നീണ്ട ജോലി തിരക്കുകൾക്കും ജീവിത തിരക്കിനിടയിലും മിക്കപ്പോഴും ആർക്കും അങ്ങ് ശരിയായി ഒന്ന് ഉറങ്ങാൻ സാധിക്കാറില്ല. ചിലപ്പോൾ സമയവും കിട്ടാറില്ല എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നിങ്ങൾ ഉറങ്ങുമ്പോൾ സ്വപ്നം കാണാറുണ്ടോ? കൈകളെല്ലാം ചിറകുകൾ പോലെ വീശി പറന്നു പോകുന്നതായി കാണാറുണ്ടോ? പിന്നെ ഏതോ ഉയരത്തിലുള്ള സ്ഥലത്ത് നിന്ന് വളരെ കഷ്ടപ്പെട്ട് ഇടുങ്ങിയ വഴികളിലൂടെ താഴേക്കിറങ്ങി വരുന്നതായി കാണാറുമുണ്ട്. വെള്ളത്തിനടിയിലൂടെ മുങ്ങാം കുഴിയിട്ട് പോയിട്ട് എന്തിൻ്റെയോ അടിയിൽപ്പെട്ട് പൊന്തി വരാനാവാതെ ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നതായും ചിലർ കണ്ടിട്ടുണ്ട്. പശുക്കിടാവിനെ ഓമനിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില സ്വപ്നങ്ങളും കാണാറുണ്ട്. രക്ഷപ്പെടാൻ കഷ്ടപ്പെടുന്നതായും കണ്ടിട്ടുണ്ട്. ഞെട്ടി എണീക്കും. ചിലപ്പോഴൊക്കെ ഒട്ടും പരിചയമില്ലാത്ത ആരൊക്കെയോ അടുപ്പം കാണിക്കുന്നതും സ്നേഹിക്കുന്നതും സ്വപ്നം കാണാറുണ്ട്. എണീക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. ആ ടൈമിൽ പിന്നെ എണീക്കുമ്പോൾ ആ ഫ്ലോ അങ്ങ് പോകും. എന്നാൽ വീണ്ടും ബാക്കി കാണാൻ വേണ്ടി കിടക്കും. പക്ഷേ അത് മനസ്സിൽ വരില്ല. ഇത് മിക്ക ആളുകൾക്കും സംഭവിക്കുന്ന ഒന്നാണ്. പലപ്പോഴും ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങളുമായി നമുക്ക് ഒരു തരത്തിലും ബന്ധമുണ്ടാകുന്നില്ല. പക്ഷേ നമ്മളിൽ പലരും ഇങ്ങനെ സ്വപ്നങ്ങളിൽ കാണുന്ന ഓരോ സ്വപ്നത്തിനും വ്യത്യസ്ത തലങ്ങളിലുള്ള അർത്ഥങ്ങളും ആശയങ്ങളും ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, സ്വപ്നം നിങ്ങൾ എങ്ങനെ കണ്ടിട്ടുണ്ടോ അതേ സ്വപ്നം കാണുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് സ്വപ്നം ഉറക്കത്തിൽ കണ്ടാൽ എങ്ങനെയുണ്ടാകും? അതായത് ഇത്തരം സ്വപ്നങ്ങളെ ലൂസിഡ് ഡ്രീം എന്നാണ് പറയുന്നത്. അതായത് പകുതി ഉറക്കത്തിൽ കാണുന്ന സ്വപ്നം. കാണുന്ന സ്വപ്നം നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. സ്വപ്നത്തിൽ എന്ത് കാണണം കാണണ്ട എന്ന് ലൂസിഡ് ഡ്രീമിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാമെന്നാണ് പറയുന്നത്. ഒന്ന് ഓർത്തു നോക്കൂ, ഒരു സിനിമ പോലെ സ്വപ്നത്തിൽ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ കാണാമെന്നത് എത്ര മനോഹരമായ കാര്യമാണല്ലേ? ലൂസിഡ് ഡ്രീം പ്രവർത്തിക്കുന്നതനുസരിച്ച് തലച്ചോർ ഉപബോധ മനസ്സിനെ ഉപയോഗപ്പെടുത്തിയാണ്. മാത്രമല്ല, ലൂസിഡ് ഡ്രീമിന് പിന്നിലെ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ തലച്ചോറിലെ ചില തരംഗങ്ങളുടെ പാറ്റേണും വൈദ്യുത സിഗ്നലുകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുമാണ് എന്നാണ് പറയുന്നത്. ഇത് തന്നെയാണ് റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത്. പിന്നെ വെറുതെ അങ്ങ് കാണാനും സാധിക്കില്ല. ലൂസിഡ് ഡ്രീം കാണാൻ കഴിയുക തലച്ചോറ് ഏറ്റവും സജീവമായിരിക്കുന്ന ഘട്ടത്തിലായിരിക്കും. ഈ സമയത്ത് കാണുന്ന സ്വപ്നങ്ങൾ തെളിച്ചമുള്ളതും വ്യക്തവുമായിരിക്കുമെന്നാണ് പറയുന്നത്. അതേസമയം വിദഗ്ധർ ലൂസിഡ് ഡ്രീം നടക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ശരീരത്തിന്റെ പ്രവർത്തനമെന്നും ഏത് തരത്തിലാണ് അതിനെ മനസ്സിലാക്കാനും ഒരു പരീക്ഷണം തന്നെ നടത്തിയിട്ടുണ്ട്. പാതി ഉറക്കത്തിലെ സ്വപ്നങ്ങൾ കാണുമ്പോൾ മെമ്മറി പ്രോസസ്സിംഗും പെർസെപ്ഷനും വേറെ ഒരു തരത്തിലാണ് പ്രവർത്തിക്കുക. ഇത് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുമുണ്ട്. ലൂസിഡ് ഡ്രീമിംഗ് എന്നത് ഒരു നിസ്സാര പ്രക്രിയയല്ല. ഇത് നിങ്ങൾ ഓർക്കണം. ഇത് തലച്ചോറിൽ നിരവധി സംവിധാനങ്ങൾ ഒരേപോലെ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ മാത്രമാണ് ഈ ഒരു സ്വപ്നം സാധ്യമാകൂ. അതുകൊണ്ട് തന്നെയാണ് മറക്കാതെ ആ സ്വപ്നം നിങ്ങളിൽ നിൽക്കുന്നത് എന്ന് പറയുന്നത്. അത് കൃത്യമായി ഓർത്തുവെക്കാനും സാധിക്കും. ഉറക്കത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ തലച്ചോർ നിർത്തിവെക്കുമ്പോഴാണ് നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ കണ്ട സ്വപ്നം പൂർണ്ണമായോ ഭാഗികമായോ മറന്നുപോകുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. അത്തരത്തിൽ നമ്മുടെയൊക്കെ സ്വപ്നങ്ങളിൽ ഓരോ ദിവസവും വന്നിട്ടുള്ള പരസ്പര ബന്ധമില്ലാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ടല്ലേ, അതെല്ലാം പണ്ടേ വിട്ടുകളയും നമ്മളിൽ മിക്ക ആളുകളും. പക്ഷേ ഈ വിഷയം യാഥാർത്ഥ്യമാണോ അതോ സ്വപ്നമോ എന്ന് പലരും അന്വേഷിച്ചു പോകുന്ന പതിവ് കാഴ്ചയാണ്. അതിനാൽ തന്നെ ക്രിസ്റ്റഫർ നോളന്റെ പരീക്ഷണവും ഇതിൽ നടന്നിരുന്നു. അതെ, പ്രേക്ഷകനെ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നോളൻ മാജിക്കാണ് ഇൻസെപ്ഷൻ എന്ന ചിത്രത്തിൽ കാണിച്ചു തന്നിരിക്കുന്നത്. മറ്റാരും പരീക്ഷിച്ചിട്ടില്ലാത്ത കഥാതന്തു 2010 പുറത്തിറങ്ങിയ സയൻസ് ഫിക്ഷൻ ശ്രേണിയിലെടുത്ത ഒരു ചിത്രമാണിത്. അതായത് ലൂസിഡ് ഡ്രീം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഈ ഒരു സിനിമ പറഞ്ഞു തരുന്നുണ്ട്. എന്തായാലും നമ്മളിൽ പലർക്കും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാകും. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.